Good morning everyone. I am Nishad, Botany faculty of Ideal English Higher Secondary School. ഇന്ന് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എൻട്രൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. നമ്മൾ ഇന്ന് എടുത്ത ടോപ്പിക്കിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള എൻട്രൻസ് റിലേറ്റഡ് ആയിട്ട് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യനുകളാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പ്രോട്ടിസ്റ്റ് ആർ സിംഗിൾ സെൽഡ് യൂക്കാരിയോട്സ്, മൾട്ടിസെല്ലുലാർ യൂക്കാരിയോട്സ്, single celled prokaryotes, single celled eukaryotes. Which one is the right answer? Protista എന്ന് പറയുന്നത് സിംഗിൾ സെൽഡ് യൂക്കാരിയോട്സ് ആണോ അതോ മൾട്ടി സെല്ലുലാർ യൂക്കാരിയോട്സ് ആണോ, സിംഗിൾ സെൽഡ് പ്രോക്കാരിയോട്സ് ആണോ അതോ സിംഗിൾ സെൽഡ് എക്കാരിയോട്സ് ആണോ? നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. വിറ്റാക്കർ ക്ലാസിഫിക്കേഷൻ നടത്തിയിരിക്കുന്നത് ബേസ്ഡ് ഓൺ ദ യൂക്കാരിയോട്ടിക് ഓർ പ്രോക്യാരിയോട്ടിക് അല്ലെ, സെൽ സ്ട്രക്ചർ അനുസരിച്ചുകൊണ്ട് ബേസ്ഡ് ഓൺ ദെയർ സെൽ സ്ട്രക്ചർ വെദർ ദേ ആർ യൂക്കാരിയോട്ടിക് ഓർ പ്രോക്യാരിയോട്ടിക്. അതിൽ പ്രോക്യാരിയോട്ടിക്കിൽ വരുന്ന എല്ലാ ഓർഗാനിസവും യൂണിസെല്ലുലാർ ഓർഗാനിസമാണ്. അത് വരുന്നത് കിങ്ഡം മൊണീറയിലാണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ ഓൾറെഡി പ്രോട്ടിസ്റ്റയെ കുറിച്ച് പഠിച്ചപ്പോൾ അതിൽ ഓൾറെഡി പറയുകയുണ്ടായി, പ്രോട്ടിസ്റ്റ എന്ന് പറയുന്നത് യൂണിസെല്ലുലാർ യൂക്കാരിയോട്ടിക് ആയിട്ടുള്ള ഓർഗാനിസമാണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് സിംഗിൾ സെൽഡ് യൂക്കാരിയോട്ടിക് ഓർഗാനിസം. പ്രോട്ടിസ്റ്റ ആർ സിംഗിൾ സെൽഡ് യൂക്കാരിയോട്ടിക് ഓർഗാനിസം. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് പിഗ്മെന്റ് പ്രസന്റ് ഇൻ സയനോബാക്ടീരിയ? സയനോബാക്ടീരിയയിൽ കാണപ്പെടുന്ന പിഗ്മെൻറ്റ് ഏതാണ്? വാട്ട് ഈസ് സയനോബാക്ടീരിയ? ബ്ലൂ ഗ്രീൻ ആൽഗെ. ആ ബ്ലൂ ഗ്രീൻ ആൽഗകളിൽ കാണപ്പെടുന്ന പിഗ്മെൻറ്റ് ഏതാണ്? ക്ലോറോഫിൽ എ, ക്ലോറോഫിൽ ബി, ക്ലോറോഫിൽ സി, ക്ലോറോഫിൽ ഡി. വിച്ച് വൺ ഈസ് ദ റൈറ്റ് ആൻസർ? വി നോ ദാറ്റ് cyanobacteria or blue green algae which contain a photosynthetic pigment. What is the photosynthetic pigment? Chlorophyll. ക്ലോറോഫിലിൽ പലതരത്തിലുള്ള ക്ലോറോഫിൽ മോളിക്യൂളുകൾ കാണപ്പെടാറുണ്ട്. ക്ലോറോഫിൽ എ, ക്ലോറോഫിൽ ബി, സാന്തോഫിൽ, ദെൻ അസസറി പിഗ്മെൻറ്റ്സ് ലൈക്ക് സാന്തോഫിൽ, അതുപോലെ തന്നെ കരോട്ടിനോയിഡ്സ്, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള പിഗ്മെൻറ്റ്സുകൾ കാണപ്പെടാറുണ്ട്. ഇവിടെ നമ്മളുടെ ക്വസ്റ്റ്യൻ എന്താണ്? സയനോബാക്ടീരിയകളിൽ കാണപ്പെടുന്ന പിഗ്മെൻ്റ് ഏതാണ്? നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. സയനോബാക്ടീരിയകൾ അല്ലെങ്കിൽ ബ്ലൂ ഗ്രീൻ ആൽഗകളുടെ ഒരു പ്രത്യേകതയാണ് വിച്ച് കണ്ടെയ്ൻ എ ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ് ദാറ്റ് ഈസ് chlorophyll A. So the right answer is chlorophyll A. The next one, third question, which one of the following is smallest living cell and can live without oxygen? Which one of the following is smallest living cell and can live without oxygen? ഓക്സിജൻ ഉപയോഗിക്കാതെ അല്ലെങ്കിൽ ഓക്സിജൻ ഇല്ലാതെ ജീവിക്കാൻ കഴിവുള്ള സ്മോളസ്റ്റ് ലിവിങ് സെല്ല് ഏതാണ്? ഓപ്ഷൻസ്: മൈക്കോപ്ലാസ്മ, മൈക്കോറൈസ, യുഗ്ലീന, ട്രിഫാനോസോമ. മൈക്കോപ്ലാസ്മ, മൈക്കോറൈസ, യുഗ്ലീന, ട്രിഫാനോസോമ. ഇവിടെ 4 ഓപ്ഷനുകളാണുള്ളത്. അതിൽ 4 ഓപ്ഷനുകളിൽ 3 ഓപ്ഷനുകളെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൽ മൈക്കോറൈസ എന്ന് പറയുന്നത് നമുക്കിനി പഠിക്കാനുള്ള ഒരു കാറ്റഗറിയിൽ പെടുന്നതാണ്. മൈക്കോറൈസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിംബയോട്ടിക് അസോസിയേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫംഗസ് ആൻഡ് റൂട്ട്സ് ഓഫ് ഹയർ പ്ലാന്റ്സ്, അതിനെ വിളിക്കുന്ന പേരാണ് മൈക്കോറൈസ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഏതായാലും അത് മൈക്കോറൈസ എന്ന് പറയുന്ന ഒരു ഫംഗസ് കാറ്റഗറിയാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈ സ്മോളസ്റ്റ് ലിവിങ് സെൽ ആൻഡ് ക്യാൻ ലീവ് വിത്തൗട്ട് ഓക്സിജൻ? ട്രിഫാനോസോമ എന്ന് പറയുന്നത് ഒരു പ്രോട്ടിസ്റ്റയാണ്, കാറ്റഗറിയിൽ പെടുന്നതാണ്. ഏത് പ്രോട്ടിസ്റ്റയാണ്? ഫ്ലജല്ലേറ്റഡ് പ്രോട്ടോസോവൻസ് ആണ് ഏതെന്ന് പറയുന്നത്? ട്രിഫാനോസോമ. യുഗ്ലീന എന്ന് പറയുന്നത് ഒരു യുഗ്ലിനോയിഡ് കാറ്റഗറിയിൽ പെടുന്ന ഒരു പ്രോട്ടിസ്റ്റയാണ്. ദെൻ മൈക്കോപ്ലാസ്മ. മൈക്കോപ്ലാസ്മയെക്കുറിച്ച് നമ്മൾ പഠിച്ചു. മൈക്കോപ്ലാസ്മ ഈസ് ദ സ്മോളസ്റ്റ് ലിവിങ് സെൽ ഓൺ ദ എർത്ത്. ദേ ക്യാൻ ലീവ് വിത്തൗട്ട് ഓക്സിജൻ. അതോടൊപ്പം തന്നെ അതിനൊരു പ്രത്യേകത ഉണ്ടല്ലോ, ദേ ലാക്ക് സെൽ വോൾ. സോ ദ റൈറ്റ് ആൻസർ ഈസ് മൈക്കോപ്ലാസ്മ. Next question, fourth question, which of the following pairs comes under the group chrysophytes? Which of the following pairs comes under the group chrysophytes? Option A, diatoms and euglena. Option B, euglena and trypanosoma. Option C, diatoms and desmids.
ഓപ്ഷൻ ഡി ഗോണിയോളക്സ് ആൻഡ് ഡെസ്മിഡ്സ്. ഈ പറഞ്ഞ ഓപ്ഷനുകളിൽ ഏതാണ് പ്രോട്ടോസോവൻസിൻ്റെ കാറ്റഗറിയിൽ വരുന്നത്? പ്രോട്ടോസോവൻസിലെ ക്രൈസോഫൈറ്റ്സിൻ്റെ കാറ്റഗറിയിൽ വരുന്ന ഓർഗാനിസംസ് ഏതൊക്കെയാണ്? ക്രൈസോഫൈറ്റ്സിൻ്റെ കാറ്റഗറി നമ്മൾ പഠിച്ചു. പ്രോട്ടിസ്റ്റയുടെ ഫസ്റ്റ് കാറ്റഗറിയാണ് ക്രൈസോഫൈറ്റ്സ്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഡയാറ്റംസ് ആൻഡ് യുഗ്ലീന. ഡയാറ്റംസ് ക്രൈസോഫൈറ്റ്സ് ആണ് അല്ലേ? ഡയാറ്റമീഷ്യസ് എർത്ത് എന്നുള്ളൊരു കൺസെപ്റ്റൊക്കെ നമ്മളവിടെ പഠിച്ചു. യുഗ്ലീന വരുന്നത് യുഗ്ലിനോയിഡുകളാണ്. അപ്പോൾ അതുകൊണ്ട് ഏതായാലും ആ ഒരു ഓപ്ഷൻ റോങ് ആണ്. യുഗ്ലീന ആൻഡ് ട്രിഫാനോസോമ. യുഗ്ലീന എന്ന് പറയുന്നത് യുഗ്ലിനോയിഡ്സ് കാറ്റഗറിയിൽ വരുന്ന പ്രോട്ടോസോവൻസ് ആണ്. ട്രിഫാനോസോമ എന്ന് പറയുന്നത് ഏതിൽ വരുന്നതാണ്? പ്രോട്ടിസ്റ്റയിലെ പ്രോട്ടോസോവൻസിൽ വരുന്നതാണ് ട്രിഫാനോസോമ. ഫ്ലജല്ലേറ്റഡ് പ്രോട്ടോസോവൻസിന് എക്സാമ്പിളാണ് എന്ത്? ട്രിഫാനോസോമ. നെക്സ്റ്റ് വൺ ഡയാറ്റംസ് ആൻഡ് ഡെസ്മിഡ്സ്. ഡയാറ്റവും ഡെസ്മിഡ് അല്ലെങ്കിൽ ഗോൾഡൻ ആൽഗെ, ഇത് രണ്ടും ഏതിൽ വരുന്നതാണ്? ക്രൈസോഫൈറ്റിൻ്റെ കാറ്റഗറിയാണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഡയാറ്റംസ് ആൻഡ് ഡെസ്മിഡ്സ്. ലാസ്റ്റ് വൺ ഗോണിയോളക്സ് ആൻഡ് ഡെസ്മിഡ്. അതിൽ ഗോണിയോളക്സ് എന്ന് പറയുന്നത് ഡയനോ ഫ്ലജല്ലേറ്റ് കാറ്റഗറിയാണ്. ഡെസ്മിഡ് ക്രൈസോഫൈറ്റ് ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് എന്താണ്? വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പെയേഴ്സ് കംസ് അണ്ടർ ദ ഗ്രൂപ്പ് ക്രൈസോഫൈറ്റ്സ്? സോ ദ റൈറ്റ് ആൻസർ ഈസ് ഡയാറ്റംസ് ആൻഡ് ഡെസ്മിഡ്. ക്വസ്റ്റ്യൻ നമ്പർ 5. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് അമീബോയിഡ് പ്രോട്ടോസോവൻ? താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് അമീബോയിഡ് പ്രോട്ടോസോവൻസിന് എക്സാമ്പിൾ? ഓപ്ഷൻ എ ട്രിഫാനോസോമ, ഓപ്ഷൻ ബി പാരമീസിയം, ഓപ്ഷൻ സി ഗോണിയോളക്സ്, ഓപ്ഷൻ ഡി എൻഡമീബ. ഇതിൽ ഏതാണ് അമീബോയിഡ് പ്രോട്ടോസോവൻസിന് എക്സാമ്പിൾ? നമ്മൾ പഠിച്ചു അമീബോയിഡ് പ്രോട്ടോസോവൻസ് എന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് പ്രോട്ടോസോവൻസ്. 4 ടൈപ്പ് പ്രോട്ടോസോവൻസിനെ കുറിച്ച് പഠിക്കുകയുണ്ടായി. അമീബോയിഡ് പ്രോട്ടോസോവൻ, ഫ്ലജല്ലേറ്റഡ് പ്രോട്ടോസോവൻസ്, സീലിയേറ്റഡ് പ്രോട്ടോസോവൻ ആൻഡ് സ്പോറോസോവൻ. ഇവിടുത്തെ ഓപ്ഷൻ ഏതൊക്കെയാണ്? ട്രിഫാനോസോമ, പാരമീസിയം, ഗോണിയോളക്സ്, എൻഡമീബ. അപ്പോൾ ഇതിലേതാണ് അമീബോയിഡ് പ്രോട്ടോസോവൻ? ട്രിഫാനോസോമ എന്ന് പറയുന്നത് ഒരു ഫ്ലജല്ലേറ്റഡ് പ്രോട്ടോസോവനാണ്. സ്ലീപ്പിംഗ് സിക്നസ്സിന് കാരണമാകുന്ന ഫ്ലജല്ലേറ്റഡ് പ്രോട്ടോസോവനാണ് ഇത് ട്രിഫാനോസോമ. പാരമീസിയം എന്ന് പറയുന്നത് സീലിയേറ്റഡ് പ്രോട്ടോസോവൻസ് ആണ്. ഗോണിയോളക്സ് വരുന്നത് പ്രോട്ടോസോവൻസിലല്ല. ഏതിലാണ് വരുന്നത്? ഗോണിയോളക്സ് വരുന്നത് ഡയനോ ഫ്ലജല്ലേറ്റിലാണ് വരുന്നത്. ദെൻ നെക്സ്റ്റ് വൺ എൻഡമീബ. എൻഡമീബ ആൻഡ് അമീബ ആർ ദ എക്സാമ്പിൾസ് ഓഫ് അമീബോയിഡ് പ്രോട്ടോസോവൻ. എൻഡമീബയെ കുറിച്ച് നമ്മൾ പഠിക്കുകയുണ്ടായി. അത് ഒരു പാരസൈറ്റിക് പ്രോട്ടോസോവൻസ് ആണ്. എൻഡമീബിയാസിസ് എന്ന് പറയുന്ന ഡിസീസിന് കാരണമാകുന്ന ഒരു കോസറ്റീവ് ഓർഗാനിസമാണ് ഇത് എൻഡമീബ എന്ന് പറയുന്നത്. അപ്പോൾ അമീബോയിഡ് പ്രോട്ടോസോവൻസിന് എക്സാമ്പിൾ ഏതാണ്? എൻഡമീബ. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചർ ഓഫ് ക്രൈസോഫൈറ്റ്? താഴെ തന്നിരിക്കുന്നതിൽ ക്രൈസോഫൈറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചർ ഏതാണ്? They are parasitic form which cause diseases in animals. They have a protein-rich layer called pellicle. They have indestructible wall layer deposited with silica. They are commonly called dinoflagellate. ഇതിൽ ഏതാണ് റൈറ്റ് ആൻസർ? ക്രൈസോഫൈറ്റിന് വരുന്ന ക്യാരക്ടർ ഏതാണ്? They are parasitic form which cause diseases in animals. പാരസൈറ്റിക് ഫോമിൽ കാണപ്പെടുന്നു. അത് ആനിമൽസിന് ഡിസീസിന് കാരണമാകുന്നു. ദാറ്റ് ഈസ് ദ ഫീച്ചേഴ്സ് ഓഫ് ക്രൈസോഫൈറ്റ്? നോ. ദെൻ ദേ ഹാവ് എ പ്രോട്ടീൻ റിച്ച് ലെയർ കോൾഡ് പെല്ലിക്കിൾ. പെല്ലിക്കിൾ, സെൽ വാളിന് പകരം പെല്ലിക്കിൾ കാണപ്പെടുന്ന പ്രോട്ടിസ്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേരെന്തായിരുന്നു? യുഗ്ലിനോയിഡ്സ് എന്നായിരുന്നു വിളിച്ചിരുന്നത് അല്ലേ? അടുത്ത ദേ ആർ കോമൺലി കോൾഡ് ഡയനോഫ്ലജല്ലേറ്റ്. ക്രൈസോഫൈറ്റ്സിന് ഒരിക്കലും ഡയനോഫ്ലജല്ലേറ്റ് എന്ന് വിളിക്കുന്നില്ല. ദെൻ ദേ ഹാവ് ഇൻഡെസ്ട്രക്റ്റബിൾ വാൾ ലെയർ ഡെപ്പോസിറ്റഡ് വിത്ത് സിലിക്ക. ക്രൈസോഫൈറ്റിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞിരുന്നു. അതിൻ്റെ വോള് നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? സിലിക്ക ഡെപ്പോസിഷൻ കൊണ്ടാണ്. ആ സിലിക്ക ഡെപ്പോസിഷൻ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ആ വോൾ ലെയർ എങ്ങനെയാണ്? ഇൻഡെസ്ട്രക്റ്റബിൾ ആണ്, കാൺ ബ്രേക്കബിൾ. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. ദേ ഹാവ് ഇൻഡെസ്ട്രക്റ്റബിൾ wall layer deposited with silica.
So the next question, which statement is true for dinoflagellate flagella? തന്നിരിക്കുന്നതിൽ ഡൈനോഫ്ലജല്ലേറ്റിൻ്റെ ഫ്ലജല്ലയുടെ കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? ഫ്ലജല്ല എന്തിനു വേണ്ടിയാണ്? ലോക്കോമോഷന് വേണ്ടിയാണ് അല്ലേ? ഫ്ലജല്ല എന്ന് പറയുന്നത് മൂവ്മെൻറ്റിന് വേണ്ടിയാണ്. ഡൈനോഫ്ലജല്ലേറ്റിൽ ഫ്ലജല്ലം പ്രസൻ്റ് ആണ്. നമ്മൾ നേരത്തെ പഠിച്ചതാണ്, പ്രോട്ടിസ്റ്റയിൽ ചില ഓർഗാനിസത്തിൽ എന്ത് ഉണ്ടാകും? ഫ്ലജല്ല ഉണ്ടാകും. ആ ഫ്ലജല്ലയുടെ പ്രത്യേകതകളാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് ഡൈനോഫ്ലജല്ലേറ്റ് ഫ്ലജല്ലയുടെ പ്രത്യേകത ഏതാണ്? താഴെ തന്നിരിക്കുന്നതിൽ ശരിയായിട്ടുള്ള റൈറ്റ് ആയിട്ടുള്ള ക്യാരക്ടർ ഏതാണെന്നാണ്. ഓപ്ഷൻ എ സിംഗിൾ ഫ്ലജല്ലം ലൈസ് ഇൻ ദ ട്രാൻസ്വേഴ്സ് ഗ്രൂപ്പ് ബിറ്റ്വീൻ ദ സെൽ പ്ലൈറ്റ്. സെൽ പ്ലൈറ്റിന് ഇടയിലായിട്ട് ഒരു ട്രാൻസ്വേഴ്സ് ആയിട്ടുള്ള ഒറ്റ ഫ്ലജല്ലം കാണപ്പെടുന്നു. ഓപ്ഷൻ ബി എ സിംഗിൾ ഫ്ലജല്ലം ലൈസ് ഇൻ ദ ലോഞ്ചിറ്റ്യൂണൽ ഗ്രൂപ്പ് ബിറ്റ്വീൻ ദ സെൽ പ്ലൈറ്റ്. സെൽ പ്ലൈറ്റിൻ്റെ ഇടയിലായിട്ട് ലോഞ്ചിറ്റ്യൂണൽ രീതിയിൽ ഒരു സിംഗിൾ ഫ്ലജല്ലം കാണപ്പെടുന്നു. ഫ്ലജല്ലാസ് ആർ ആബ്സെൻറ്റ്. ദെൻ 2 ഫ്ലജല്ല ഉണ്ട്, 2 ഫ്ലജല്ലകളുണ്ട്. 1 ലൈസ് ലോഞ്ചിറ്റ്യൂഡനലി ആൻഡ് അതർ ട്രാൻസ്വേഴ്സലി ഇൻ എ ഫറോ ബിറ്റ്വീൻ ദ വാൾ പ്ലൈറ്റ്. വിച്ച് വൺ ഈസ് ദ റൈറ്റ് ആൻസർ? ഡൈനോഫ്ലജല്ലേറ്റിൻ്റെ ഫ്ലജല്ലയുടെ പ്രത്യേകത എന്താ? ഒറ്റ ഫ്ലജല്ലേ ഉള്ളോ? അതോ ഫ്ലജല്ലകൾ ആബ്സെൻ്റ് ആണോ? അതോ ഉള്ള സിംഗിൾ ഫ്ലജല്ല ട്രാൻസ്വേഴ്സ് ആയിട്ടാണോ അറേഞ്ച് ചെയ്തിരിക്കുന്നത്? അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡലായിട്ടാണോ അറേഞ്ച് ചെയ്തിരിക്കുന്നത്? അതുമല്ലെങ്കിൽ 2 ഫ്ലജല്ലകളിൽ 1 ലോഞ്ചിറ്റ്യൂഡനലും 1 ട്രാൻസ്വേഴ്സ് ആയിട്ടാണോ അറേഞ്ച് ചെയ്തിരിക്കുന്നത്? നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് ഡൈനോഫ്ലജല്ലേറ്റിൻ്റെ പ്രത്യേകതകൾ. അതിൻ്റെ ഫ്ലജല്ലയുടെ പ്രത്യേകതകൾ പറഞ്ഞു. One is longitudinally arranged, another one is transversely arranged in a furrow between the wall plates. So the right answer is option C. So the next question, question number 8. Read the following statement. Statement ആണ് വായിക്കുന്നത്. യൂണിസെല്ലുലാർ, കൊളോണിയൽ, filamentous, marine or terrestrial forms. The colonies are surrounded by a gelatinous sheath. Next statement. Some can fix atmospheric nitrogen in specialized cell called heterocyst. They often forms blooms in water bodies. These are the statement. Once again, I repeat the statement. Unicellular, colonial, filamentous, marine or terrestrial forms. The colonies are surrounded by a gelatinous sheath. Some can fix atmospheric nitrogen in specialized cell called heterocyst. They often form blooms in water body. These above characters are seen in option A Archaebacteria, option B Cyanobacteria, option C Chrysophytes, option D Dinoflagellate. ഈ പറഞ്ഞിരിക്കുന്ന 4 ഓപ്ഷനുകളിൽ ഏതാണ് നമ്മൾ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റുകൾ ഫോളോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ക്യാരക്ടറുകൾ ഉള്ളത് ഏത് ഓർഗാനിസത്തിനാണ്? ആർക്കിബാക്ടീരിയ, ഇറ്റ് ഈസ് കമ്മിങ് അണ്ടർ ദ കിങ്ഡം മൊണീറ. ആർക്കിബാക്ടീരിയകൾ 3 തരത്തിലേ ഉള്ളൂ, നമ്മൾ പഠിച്ചതാണ്. ഹാലോഫൈൽസ്, തെർമോആസിഡോഫൈൽസ് ആൻഡ് മെത്തനോജൻസ്. ദെൻ ക്രൈസോഫൈറ്റ്സ് ആൻഡ് ഡയനോഫ്ലജല്ലേറ്റ്. ഇത് രണ്ടും വരുന്നത് ഏതിലാണ്? യൂണിസെല്ലുലാർ യൂക്യാരിയോട്ടിക് ഓർഗാനിസത്തിലാണ്. അതിലെ പ്രോട്ടിസ്റ്റ കാറ്റഗറിയിലാണ് അവർ രണ്ടും വരുന്നത്. ഇനിയുള്ളത് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി സയനോബാക്ടീരിയ അല്ലെങ്കിൽ ബ്ലൂ ഗ്രീൻ ആൾഗെ. അതിൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു. യൂണിസെല്ലുലാർ, കൊളോണിയൽ, ഫിലമെൻറ്റസ്. എക്സാമ്പിളായിട്ട് ഏതൊക്കെയാണ് പറഞ്ഞത്? സ്പൈറുലീന, നോസ്റ്റോക്ക്, ഓസ്ലറ്റോറിയ. അതിനെ സറൗണ്ട് ചെയ്തുകൊണ്ടൊരു ജലാറ്റിനസ് ഷീത്ത് കാണും, ദാറ്റ് ഈസ് മ്യൂസിലേജിനസ് ഷീത്ത്. അതോടൊപ്പം തന്നെ ഒരു സ്പെഷ്യലൈസ്ഡ് സെല്ല് കാണപ്പെടും, ഹെട്രോസിസ്റ്റ്. ഹെട്രോസിസ്റ്റ് ആണ് നൈട്രജൻ ഫിക്സേഷന് സഹായിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള സയനോബാക്ടീരിയകൾ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? ബ്ലൂംസ് ഇൻ പൊല്യൂട്ടഡ് വാട്ടർ ബോഡീസ് അല്ലേ? ഇതൊക്കെ പറഞ്ഞു. അപ്പോൾ ഏതാണ് അതിൻ്റെ കറക്റ്റ് ഓപ്ഷൻസ് ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ബി സയനോബാക്ടീരിയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 9th question. Protozoans are not included in kingdom Animalia because they are mostly asymmetrical, unicellular eukaryotes, heterotrophic in nature, multicellular prokaryotes. Mostly asymmetrical. Asymmetry എന്ന് പറഞ്ഞാൽ body cannot be divided into equal halves. That is asymmetry. പലതരം ബോഡി സിമെട്രികൾ നമ്മൾ പഠിക്കുന്നുണ്ട് കിങ്ഡം ആനിമേലിയയിൽ. നിങ്ങളിനി പഠിക്കാനിരിക്കുന്നതാണ്. അസിമെട്രി ആണ്, മോസ്റ്റ്ലി അസിമെട്രിക്കൽ ആണെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണോ?
അതോ യൂണിസെല്ലുലാർ യൂക്യാരിയോട്സ് ആയതുകൊണ്ടാണോ, സിംഗിൾ സെൽഡ് യൂക്യാരിയോട്സ് ആയതുകൊണ്ടാണോ, അതോ ഹെട്രോട്രോഫിക് ഇൻ നേച്ചർ ആയതുകൊണ്ടാണോ, മോഡ് ഓഫ് ന്യൂട്രീഷൻ ഹെട്രോട്രോഫിക് ആയതുകൊണ്ടാണോ, അതോ മൾട്ടി സെല്ലുലാർ പ്രോക്യാരിയോട്സ് മൾട്ടിസെല്ലുലാർ പ്രോക്യാരിയോട്ടിക് ഓർഗാനിസം ആയതുകൊണ്ടാണോ? എന്തുകൊണ്ടാണ് പ്രോട്ടോസോവൻസിനെ കിങ്ഡം ആനിമേലിയയിൽ ഉൾപ്പെടുത്താതിരുന്നത്? നമുക്കറിയാം പ്രോട്ടോസോവൻസ് എന്ന് പറയുന്നത് പ്രോട്ടിസ്റ്റ കാറ്റഗറിയിൽ വരുന്നതാണ്. നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഓൾ പ്രോട്ടിസ്റ്റ ആർ യൂണിസെല്ലുലാർ യൂക്യാരിയോട്ടിക് ഓർഗാനിസം, ഓൾ ആനിമൽസ് ആർ മൾട്ടി സെല്ലുലാർ യൂക്യാരിയോട്ടിക് ഓർഗാനിസം. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ ഏതാണ്? വൈ പ്രോട്ടോസോവൻസ് ആർ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ കിങ്ഡം ആനിമേലിയ? ബിക്കോസ് ദേ ആർ യൂണിസെല്ലുലാർ യൂക്യാരിയോട്സ്. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. സോ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, സെൽ വാൾ ഈസ് ആബ്സെൻറ്റ് ഇൻ. തന്നിരിക്കുന്നതിൽ ഏതിനാണ് സെൽ വാൾ ആബ്സെൻ്റ് ആയിട്ടുള്ളത്? മൈക്കോപ്ലാസ്മ, നോസ്റ്റോക്ക്, ആസ്പെർഗില്ലസ്, ഫ്യൂണേറിയ. മൈക്കോപ്ലാസ്മ കിങ്ഡം മൊണീറയിൽ വരുന്നതാണ്. നോസ്റ്റോക്ക് മൊണീറയിലെ സയനോബാക്ടീരിയയിൽ വരുന്നതാണ്. ആസ്പെർഗില്ലസ്, ഫ്യൂണേറിയ, ആസ്പെർഗില്ലസ് ഒക്കെ ഫംഗസിൽ വരുന്നതാണ്. ഫ്യൂണേറിയ എന്ന് പറയുന്നത് ബ്രയോഫൈറ്റ്സിൽ വരുന്നതാണ്. നമുക്കിനി പഠിക്കാനുള്ള ചാപ്റ്ററുകളിലൊക്കെയുള്ള എക്സാമ്പിളുകളാണത്. അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ സെൽ വാൾ ആബ്സെൻ്റ് ആയിട്ടുള്ള ഏത് ഓർഗാനിസത്തെക്കുറിച്ചാണ് പഠിച്ചിരിക്കുന്നത്? മൊണീറയ്ക്ക് സെൽ വാൾ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. മൊണീറയിൽ വൺ ഓഫ് ദ ഓർഗാനിസംസ് ലാക്ക് സെൽ വാൾ. വിച്ച് വൺ ഓഫ് ദാറ്റ് ഓർഗാനിസം? മൈക്കോപ്ലാസ്മ. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, മൈക്കോപ്ലാസ്മ. ഇതിന്ന് നമ്മൾ പഠിച്ച പാഠഭാഗങ്ങളിൽ നിന്നുള്ള പ്രീവിയസ് ഇയേഴ്സ് നീറ്റിലെയും അതുപോലെ മറ്റുള്ള കോമ്പറ്റേറ്റീവ് എക്സാമുകളിലൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. നന്നായിട്ട് ഇന്ന് പഠിപ്പിച്ച പാഠഭാഗങ്ങൾ നല്ലപോലെ വായിച്ച് മനസ്സിലാക്കി എടുക്കുക. വീണ്ടും അടുത്തൊരു എൻട്രൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളുമായിട്ട് കാണുന്നത് വരേക്കും താങ്ക് യു.